ഒരു കാര്യം മാത്രം എടുത്തു പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ ഒരു പ്രത്യാശയും ഉണർത്താത്ത ഒരു കാലയളവിൽ രാഷ്ട്രീയത്തെ മറക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ അവഗണിക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് മാനസികമായിട്ട് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഭൂമിയുടെ ഭാവി തന്നെയാണ്. ഭൂതലം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആപത്കരമായ പ്രതിസന്ധികൾ, അതേപ്പറ്റിയാണ് എഴുതുകയും അതേപ്പറ്റിയാണ് എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ബോധവൽക്കരിക്കേണ്ടതും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അമിതാഭ് ഘോഷ് പറഞ്ഞിട്ടുള്ള ഒരു വസ്തുത എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ ഓഫ് അവർ ടൈം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ആഗോളതാപനവും അതേപോലുള്ള ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥാന്തരങ്ങളും നമുക്കറിയാം. ഈ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് 1.25 ലക്ഷം വർഷങ്ങൾക്കിടയിൽ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2023 നമ്മളീ കടന്നു പോകുന്ന വർഷം. ഇപ്പോൾ 2024 ഇപ്പോൾ 2003 കടത്തിവെട്ടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മാനസിക അന്തരീക്ഷം, ഇന്നത്തെ ഒരു മാനസിക അവസ്ഥയിൽ എൻ്റെ മനസ്സ് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സാമുദായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നുമല്ല വ്യാപരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഭൂമിയുടെ ഭാവിയെപ്പറ്റി ആലോചിക്കുവാനും അതിന് ഭൂമി നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും നേരെ ഏത് രീതിയിലാണ് എൻ്റെ കഥാമനസ്സിനെ ഉണർത്തിയെടുക്കാൻ പറ്റുന്നതെന്നും അതിനെതിരെയുള്ള ഒരു പ്രതിരോധത്തിൽ എങ്ങനെയാണ് പങ്കാളിയാകാൻ കഴിയുക എന്നുള്ളതുമുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.